ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ത്രികോണത്തിൻ്റെ നിർമ്മിതിയാണ് അല്ലേ. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ത്രികോണ സ്തൂപിക അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. ഒരു A4 പേപ്പർ മതിയേ. അപ്പം നമുക്ക് ഇന്നത്തെ ഗണിതം മധുരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ത്രികോണ സ്തൂപികയാണ്. വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വെക്കുക. എന്ത് രസമാണ്. ഗണിത രൂപങ്ങൾ കൊണ്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങളാണ്. സ്കൂളൊക്കെ തുറന്ന് കഴിയുമ്പോൾ നമുക്കിതൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോകണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ. ടീച്ചർ കൃത്യമായിട്ട് നിങ്ങളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ത്രികോണ സ്തൂപിക ഉണ്ടാക്കാം. എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരു A4 പേപ്പർ വലിപ്പത്തിൽ എടുക്കുക. എന്നിട്ട് A4 ഷീറ്റ് എടുത്താൽ മതിയല്ലോ. നേർപകുതി അങ്ങോട്ട് മടക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കൃത്യം നേർപകുതി അങ്ങനെ മടക്കി, ഈ മടക്കുകളൊക്കെ നമുക്ക് കറക്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതും കൂടെ തുറക്കുക. ഈ രണ്ട് വശത്തു നിന്നും സെൻറ്ററിലേക്ക് നടുവിലേക്ക് മടക്കുക. ഇതിങ്ങനെ ഇവിടേക്ക് ചേർന്ന് വരത്തക്ക വിധം മടക്കുക. കറക്റ്റായിരിക്കണം. അപ്പോഴേ നമ്മളുടെ ത്രികോണ സ്തൂപിക നല്ല രസമായിട്ട് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക. കണ്ടോ? ഇനി ചെയ്യേണ്ടത് ഇതങ്ങോട്ട് തുറക്കുക. കണ്ടോ? ഇത് തുറന്നിട്ട് ഇവിടെ മടക്കിയിട്ടില്ലേ, ഇവിടേക്ക് ഈ മൂല ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. ഇവിടം വരെ വരാവുള്ളൂ, ഇങ്ങോട്ട് കയറരുത്. അപ്പോൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ മൂല ഈ വശത്തിലേക്ക്, ഈ വശത്തിന് പുറത്ത് പോകാൻ പാടില്ല, കറക്റ്റ് വെച്ച് മടക്കുക. നോക്കൂ. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യാം. ഇത് കണ്ടോ? ഇനി ഇത് നേരെ ഇങ്ങോട്ട് തിരിക്കുക. മുകൾ വശത്തേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ഇവിടെ നോക്കുക, ഈ മൂല ഇതിൻ്റെ ഒപ്പം വെച്ച് മടക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ? ഈ വശത്തിൻ്റെ നമ്മൾ ഇതിൻ്റെ മടക്കിയിട്ടില്ലേ, ഇതിൻ്റെ ഈ വക്കിനോട് ചേർത്ത് വെച്ചിട്ടാണ് മടക്കേണ്ടത്. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ ചില കുട്ടികൾ പറയേ, ടീച്ചറെ ഇവിടെ കുറച്ച് നീണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ കുറച്ച് നീണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നീണ്ടിരിക്കുന്ന ഭാഗമില്ലേ, ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കുക. കണ്ടോ? ഈ വശത്തിൻ്റെ ഒപ്പം ഇങ്ങോട്ടേക്ക് മടക്കുക. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ട, ഇതിങ്ങനെ മടക്കുക. അപ്പം മുകളിലേക്ക് തെറിച്ച് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ മടക്കിയത്. ഇനി മടക്കിയതിന് ശേഷം ഇത് തുറക്കുക. ഇതും അങ്ങോട്ട് തുറക്കുക. എന്നിട്ട് ഇത് ഉള്ളിലാക്കുക. കാരണം ഇതിങ്ങനെ പുറത്ത് വന്നാൽ രസമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഇതിങ്ങോട്ട് അടയ്ക്കുക. ഇപ്പം കണ്ടോ? ഈ വശം നല്ല രസമായിട്ട് വന്നില്ലേ. ഇനി ചെയ്യേണ്ടത് നമ്മളിങ്ങനെ അങ്ങ് പിടിക്കുക, സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ വശമില്ലേ, ഇത് ഇങ്ങോട്ടേക്ക് വരികയാണ്. നോക്കൂ. ഈ മൂല ഇതേപോലെ ഒരു മൂല ഇവിടെ കിട്ടത്തക്ക വിധം ഈ വശത്തിലേക്ക് ചേർത്ത് വെക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു ത്രികോണം പോലെ, കണ്ടോ? ത്രികോണം കിട്ടിയില്ലേ? ഇവിടെ ഒരു ത്രികോണം കിട്ടിയില്ലേ? നല്ലൊരു ത്രികോണം. അത് ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? ഇതേപോലെ ഈ ത്രികോണം ഇല്ലേ, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ വശത്തിലേക്ക് വേണം കേട്ടോ മടക്കാൻ. കണ്ടോ? ആ വശം കറക്റ്റ് വെച്ചിട്ട് മടക്കുക. നോക്കൂ. ഇങ്ങനെ അങ്ങോട്ട് മടക്കി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ വശത്തിലേക്ക് മടക്കുക. ഇതിങ്ങനെ വെച്ചു, നേരെ ഇങ്ങോട്ട് മടക്കി കറക്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് മടക്കുക. അപ്പം നോക്കൂ, ഇവിടെ ഒരു പ്രശ്നം വന്നു. നോക്കൂ. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ത്രികോണമാണ് വേണ്ടത്. ത്രികോണ സ്തൂപിക എന്ന് പറഞ്ഞാൽ ത്രികോണം വരും. അപ്പോൾ ഈ ഭാഗം അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് അല്ലേ, കുറച്ച് ഭാഗം പുറത്തുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നറിയാവോ? നേരെ ഇതിനിങ്ങനെ ഇതും കൂടെ അങ്ങ് വെച്ച് ഇവിടെ അങ്ങ് മടക്കി. നോക്കൂ. ഇവിടെ ഇങ്ങനെ മടക്കി. പിന്നെ ഇവിടെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമില്ലേ, അതിങ്ങനെ ഉള്ളിലോട്ട് മടക്കുക. കണ്ടോ? ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി. ഇനിയും തീർന്നില്ല. ഇവിടെയുള്ളത് ഇങ്ങോട്ട് മടക്കി, ഇവിടെ പുറത്തേക്കുള്ളത് ഇങ്ങോട്ട് മടക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മുഴുവനും കൂടെ ഇങ്ങോട്ടങ്ങ് മടക്കുക. കണ്ടോ? നോക്കൂ. ഇതിനെ മുഴുവനും കൂടെ കറക്റ്റ് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ട് നല്ലോണം ഒന്നും കൂടി പ്രസ് ചെയ്യുക.
ഇപ്പം നോക്കൂ, നമുക്കൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലേ? അടിപൊളി ത്രികോണം. ഇനി ചെയ്യേണ്ടത് ഇതങ്ങനെ എല്ലാം നിവർത്തുക. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ നിർത്തി. ഇവിടെ ഒരു ത്രികോണത്തിൻ്റെത് വന്നു, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഇനി നമ്മൾ എന്ത് ചെയ്യാറിയോ, ഇതിങ്ങനെ അങ്ങോട്ട് പിടിക്കുക. പിടിച്ചിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ തെറിച്ച് നിൽക്കുന്ന വശമില്ലേ, ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോക്കറ്റ് പോലെയുണ്ട്, കണ്ടില്ലേ? ഇത് കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വന്നു. ഇവിടെ ഈ അറ്റത്തുള്ള ത്രികോണം, ഈ ത്രികോണത്തിൻ്റെ ഈ പോക്കറ്റിൽ നമ്മൾ ആ ഉള്ളിലോട്ട് മടക്കി വെച്ചതാണ് അവിടെ. അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. കണ്ടോ? ഇങ്ങനെ കയറ്റി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ത്രികോണ സ്തൂപിക കിട്ടി. കണ്ടോ? അടിപൊളി ത്രികോണ സ്തൂപിക. ഇവിടെ നല്ല രസമാട്ടോ ഇത് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ നല്ല രസമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഈ ത്രികോണ സ്തൂപിക ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. എന്ത് എളുപ്പമാണ് അല്ലേ? ഒരു A4 പേപ്പർ മാത്രം മതി നമുക്കിങ്ങനെയുള്ള അടിപൊളി ഒരു നിർമ്മാണം നടത്താൻ. സ്റ്റിൽ മോഡലായിട്ട് നമുക്കത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ശാസ്ത്രമേളയൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി നമുക്ക് മത്സരത്തിന് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 5, 6, 7 ക്ലാസ്സുകളിലെ എല്ലാ പാഠഭാഗങ്ങളും ഗണിത മധുരം ചാനലിനുണ്ട്. അപ്പോൾ ഗണിത മധുരം എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ അടിച്ചിട്ട് പാഠത്തിൻ്റെ പേരും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് തന്നെ കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ LSS, USS ധാരാളം ട്രിക്കുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജോമെട്രിക്കൽ പാറ്റേൺ എല്ലാം നിങ്ങൾക്ക് ഗണിത മധുരം ചാനലിൽ കിട്ടും. അപ്പോൾ ഗണിത പഠനം വളരെ ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികളും അത് കണ്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോംവർക്കുകൾ വളരെ ഭംഗിയായി ചെയ്യാം. എല്ലാ ഹോംവർക്കുകളും ടീച്ചർ വളരെ ഭംഗിയായി ചെയ്തിടുന്നുണ്ട്. ട്രിക്കുകളും ഉണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഗണിതം മധുരം ചാനലെടുത്ത് പഠിക്കുവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.